എഎംഎംഎ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ നിറയുന്ന സന്ദർഭത്തിൽ മാലാ പാർവതി നമുക്കൊപ്പമുണ്ട്. ഇന്നിപ്പോൾ പൊന്നമ്മ ബാബു ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇത്തരത്തിൽ ബാബുരാജിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ അടിസ്ഥാനമില്ല, ബാബുരാജല്ല ശ്വേതാ മേനോനെതിരെ പരാതി കൊടുത്തതിൽ പിന്നിലുള്ളത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശ്വേതാ മേനോന് എതിരെ നടന്ന ഈ ഒരു ആരോപണത്തിന് ഗൂഢാലോചന ഇല്ല എന്ന് സംശയിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. സംശയം ഞങ്ങൾക്കുണ്ട്. കാരണം ഇങ്ങനെ ഒരു വാസ്തവ വിരുദ്ധമായ ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പരാതിയുമായി ഇലക്ഷന്റെ തൊട്ട് മുമ്പേ പോകുന്നത് ഗൂഢാലോചനയാണെന്നല്ലാതെ പിന്നെ എന്താണ് സ്വാഭാവികമായും സംശയിക്കാനുള്ളത്? പിന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, അവർ ബാബുരാജിന്റെ സൈഡാണെന്ന് പറഞ്ഞങ്ങ് വെക്കുകയല്ലേ, എന്താണ് അങ്ങനെ ഒരു അടിസ്ഥാനം എന്നാണ്. അതിന് ഞാൻ കൃത്യമായ ഉത്തരം പറയാം. ഓഗസ്റ്റ് 1-ാം തീയതി പൊന്നമ്മ ബാബു ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നു. ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. അതിനകത്ത് അവർ പറയുന്നു, ഇടവേള ബാബു മാറിയപ്പോൾ 2 കോടി രൂപ മാത്രമേ നീക്കിയിരിപ്പുണ്ടായിരുന്നുള്ളൂ. 7.5 കോടിയും അഡ്ഹോ കമ്മിറ്റി ഉണ്ടാക്കിയതാണ്. ബാക്കി 7.5 കോടി, അതായത് മൊത്തം 7.5 കോടി, അതിൽ 2 കോടി ഉണ്ടാക്കിയത് ഇടവേള ബാബു, ബാക്കിയെല്ലാം അഡ്ഹോ കമ്മിറ്റി. വാസ്തവ വിരുദ്ധമായ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പൊതുസമൂഹത്തിനെ എന്തിനാണ് ഇവർ തെറ്റിദ്ധരിപ്പിച്ചത്? ഇടവേള ബാബു പോകുമ്പോൾ കണക്കുകൾ പ്രകാരം 5.5 കോടി രൂപയുണ്ടായിരുന്നു. പിന്നീട് മഴവിൽ മനോരമയുടെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ബാക്കി പണമായും പണം വന്നിരുന്നു. കുടുംബസംഗമത്തിൽ നിന്ന് അഡ്ഹോ കമ്മിറ്റിക്ക് പണം ഉണ്ടാക്കാനേ അവകാശമില്ല. അങ്ങനെ നോക്കുമ്പോൾ അഡ്ഹോ കമ്മിറ്റി പണം ഉണ്ടാക്കിയത് എന്തിനാണെന്നും അത് എന്ത് ആവശ്യത്തിന്റെ പുറത്ത് പണം ഉണ്ടാക്കിയെന്നും ചോദ്യം വരും. അഡ്ഹോ കമ്മിറ്റിക്ക് അതൊന്നും ചെയ്യാൻ അധികാരമില്ല. അവർ കുടുംബസംഗമം നടത്തിയത് നിയമവിരുദ്ധമാണ്. കുടുംബസംഗമം നടത്തി 35 ലക്ഷം രൂപയാണ് കിട്ടിയതെന്നാണ് ഞാൻ കണക്ക് പറയുന്നത്. ഇത് റീ ഓഡിറ്റ് വേണമെന്ന് അമ്മയ്ക്കുള്ളിൽ ആവശ്യമുണ്ട്. ഇതൊന്നും ഇവിടെ പറയേണ്ട വിഷയമല്ല, അവർ പറയുന്നതുകൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ 1 കോടി രൂപ എന്ന് പറയുന്ന പൈസയിൽ 70 ലക്ഷം രൂപ ചിലവാക്കി അവിടെ അവർ പിന്നെ ഒരു വലിയ പണം അവർ സമ്പാദിച്ചിട്ടില്ല. ഒന്നാമത് അഡ്ഹോ കമ്മിറ്റിക്ക് അത് ചെയ്യാനുള്ള അവകാശമില്ല. മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്നു അവർ 4 പേർക്ക്. അങ്ങനെ എല്ലാം ചേർന്ന് കിട്ടിയ 1 കോടി രൂപയിലെ 70 ലക്ഷം രൂപയോളം അവർ ചെലവാക്കി. ഇത് ഒറ്റക്കണക്കിൽ നമുക്ക് വായിക്കാൻ പറ്റിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർ ഓഡിറ്റഡ് കണക്ക് കാണിച്ചിട്ടില്ല, ജനറൽ ബോഡിയിൽ സെക്രട്ടറി റിപ്പോർട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ നിൽക്കെ 2 കോടി രൂപയിൽ നിന്നും 7.5 കോടി രൂപ ബാബുരാജ് കൊണ്ടുവന്ന് പൊതുസമൂഹത്തിനെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അവരുടെ പക്ഷമാണ് എന്ന കാര്യം പറയുന്നത്. ഈ മെമ്മറി കാർഡ് വിവാദമായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ തിരിക്കാൻ തന്നെയാണോ? എന്താ അത് സംബന്ധിച്ച് പറയാനുള്ളത്? എൻ്റെ അഭിപ്രായം അത് 100% അങ്ങനെയാണെന്നാണ് എൻ്റെ അഭിപ്രായമാണ്. കുക്കു പരമേശ്വരൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇവർക്ക് എത്രയോ പ്രാവശ്യം ഉഷ ഹസീനെ എടുത്തും പൊന്നമ്മ ബാബുവിൻ്റെ അടുത്തും പോലീസിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉഷ ഹസീനയ്ക്ക് മെറിൻ ജോസഫ് മാമിൻ്റെ IPSൻ്റെയും ദിവ്യ അയ്യർ IASൻ്റെയും നമ്പർ അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഹരിത മാം, WDCയുടെ ഹരിത മാമിൻ്റെ അടക്കം ഞാൻ ഈ വിഷയം അവരെ പറഞ്ഞിട്ടുണ്ട്. അവരെന്തുകൊണ്ടാണ് അധികാരികളുടെ അടുത്ത് പോകാത്തത്? സംഘടനയ്ക്കുള്ളിൽ അവർ പരാതി കൊടുക്കും എന്ന് പറയുന്നു. എന്നാൽ കുക്കു പോലീസിൽ പോയി, അവർക്കെതിരെ ആക്ഷേപം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ധൈര്യമായി മെമ്മറി കാർഡ് ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു ദുരൂഹതയുണ്ടല്ലോ, അത് സംബന്ധിച്ച് അറിവില്ല. ലേബി, ഞാൻ ആ പ്രദേശത്തെ ഉള്ള ആളല്ല. നമ്മൾ ഈ ഒരു മെമ്മറി കാർഡിനെ കുറിച്ച് കേൾക്കുന്നത് ഇപ്പോഴാണ്, ഈ 31-ാം തീയതി. ഈ 7.5 വർഷം ഇവരെവിടെ പോയി എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഇവർ ജനറൽ ബോഡി പറയില്ലേ, ഹേമ കമ്മിറ്റി പറയില്ലേ, പോലീസിൽ പറയില്ലേ? എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങളെ കാണാനുള്ള അവരുടെ ധൈര്യം നേരത്തെ അവർക്ക് എന്തുകൊണ്ട് ഇല്ലാതെ പോയി? അവരെന്തുകൊണ്ട് നേരത്തെ കണ്ടില്ല? ഹേമ കമ്മിറ്റി സമയത്ത് വലവീശി പഠിക്കുന്നത് പോലെ സിനിമാ മേഖലയിലെ പരാതിയുള്ള സ്ത്രീകളെ മാധ്യമങ്ങൾ അന്വേഷിച്ച് നടക്കുകയല്ലായിരുന്നോ? എന്തുകൊണ്ട് ഇവർ പറഞ്ഞില്ല? ICയിൽ ഞാൻ അംഗമായിരുന്നപ്പോൾ അവരെന്തുകൊണ്ട് പരാതി പറഞ്ഞില്ല? ഈ ശ്വേതാ മേനോനെതിരെ ഇത്തരം പരാതി വരുമ്പോഴേ ചരിത്രത്തിൽ എഎംഎംഎയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് വരാനിരിക്കുന്ന സാഹചര്യത്തെ അട്ടിമറിക്കാൻ തന്നെയാണോ ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത്? വനിതാ പ്രസിഡന്റ് എന്നുള്ളത് മാത്രമല്ല ലേബി, അതിനകത്ത് ഒരു ഗ്രൂപ്പിന് അനുകൂലമായ സാഹചര്യം നിലനിന്നിരുന്നു. അവരെല്ലാം അഡ്ഹോ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞില്ലേ, അഡ്ഹോ കമ്മിറ്റി വന്നപ്പോൾ ബാബുരാജ്, ഹേമ കമ്മിറ്റി താണുപോയ അമ്മ എന്ന സംഘടനയെ കൈപിടിച്ചുയർത്തിയത് ബാബുരാജ്. ശ്രീമതി ഉഷ ഹസീന നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെ 2 കോടി രൂപ നീക്കിയിരിപ്പുണ്ടടുത്തുനിന്ന് 7.5 കോടി ഉണ്ടാക്കി കൊടുത്തത് ബാബുരാജ്. ഇവർ ഇത് പറയുന്നത് കൊണ്ടാണ് ഇവരെല്ലാം ഒരു സംഘമാണോ എന്ന് സംശയം നമുക്ക് തോന്നുന്നത്. അമ്മയുടെ മക്കൾ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ അജണ്ടകൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ സംശയിക്കുകയാണ്. കാരണം അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറല്ല, അവരെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല. ഏതർത്ഥത്തിലാണ് അഡ്മിനായിട്ട് വന്ന് ഞങ്ങളെ എല്ലാവരെയും ഭരിക്കാനുള്ള അവകാശം അവർക്ക് ആര് കൊടുത്തു? അവർ തന്നെ പറയുന്നു അമ്മ കൊടുത്തു.
അമ്മ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അമ്മയിലെ ആര് പറഞ്ഞിട്ട് കൊടുത്തതാണെന്ന് പലവട്ടം ആ ഗ്രൂപ്പിൽ ഞാൻ തന്നെ ചോദിച്ചതിന് ഒരു തവണ പോലും അവർ മറുപടി പറഞ്ഞിട്ടില്ല. അമ്മയിലെ ആരാണ് അവർക്ക് അവകാശം കൊടുത്തിരിക്കുന്നത്? അഡ്ഹോക് കമ്മിറ്റി പോലും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ആര്? അപ്പോഴും നമുക്ക് ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണ്? സാഹചര്യ തെളിവുകളാണ്.